കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനംവകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ വാഹനം വിട്ടുനൽകുന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമില്ല. മൂന്നാർ ഡിഎഫ്ഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടു. വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രിയുമായി നാളെ തിരുവനന്തപുരത്ത് ചർച്ച നടക്കും. 5 വർഷം മുമ്പ് വീടിന് മണ്ണെടുത്തതിന്റെ പേരിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അജീഷിന്റെ മണ്ണുമാന്തി യന്ത്രം പിടിച്ചെടുത്തത്. വാഹനം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് അജീഷ് കഴിഞ്ഞ ദിവസം ശരീരത്തെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. മൂന്നാർ ഡിഎഫ്ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഈ ചർച്ചയും വിജയിച്ചില്ല. വണ്ടി പിടിച്ചെടുത്ത വനംവകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് മൂന്നാർ ഡിഎഫ്ഒ പറഞ്ഞു. സർക്കാരിലേക്ക് വണ്ടി കണ്ടുകെട്ടുമെന്നും അജീഷിന് കോടതിയെ സമീപിച്ച് JCB വീണ്ടെടുക്കാമെന്നും ഡിഎഫ്ഒ പറഞ്ഞു. സർക്കാരിലേക്ക് കണ്ടുകെട്ടുക അതൊരു പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്യും. അതിനകത്തുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യും. 18 ലക്ഷം കോമ്പൗണ്ട് ചെയ്യേണ്ട കേസല്ലോ ഇത്. അങ്ങനത്തെ കേസല്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ട്. അത് ഒരാഴ്ചയ്ക്ക് പൂർത്തീകരിക്കാം. അത് പൂർത്തീകരിക്കട്ടെ. അത് പറയാം. ഇതൊരു ഫൈനൽ ഓർഡർ ഇഷ്യൂ ആണ്. നിലവിലുള്ള 61 പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചൊരു അന്തിമ ഉത്തരവ് ഇറക്കും. ഈ മരം പറിച്ചുമായി ബന്ധപ്പെട്ട പിഴ അടക്കിയാൽ മാത്രം തീരുന്ന കേസാവുള്ളൂ. അല്ലല്ല, അത് പറയാം. അത് കോടതിയിലുള്ള കേസാണ്. ചർച്ചയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഉറപ്പുകളും ലഭിച്ചില്ലെന്ന് അജീഷ് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ 61 അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വണ്ടി വിട്ടു തന്നേക്കുന്നത്. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണിതിറക്കാനുള്ള പൈസയോ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളോ ഇതൊന്നും വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇതിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇല്ല, അന്ന് ഞാൻ എല്ലാ വണ്ടിയിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് ഇറങ്ങുമ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ വണ്ടി വിട്ടുതരാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് ഉറപ്പിന്നലെ ഇറങ്ങിയത്. ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. ചർച്ച വിജയമാണെന്ന് തോന്നുന്നത് ഇല്ല, ഒട്ടുമില്ല. ബുധനാഴ്ച തിരുവനന്തപുരത്ത് വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിലാണ് ഇനി അജീഷിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.